സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ വളർച്ച തുറന്ന് സമ്മതിച്ച് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. സുരേഷ് ഗോപിയുടെ വിജയം പാർട്ടിക്കേറ്റ തിരിച്ചടി. പട്ടികജാതി വിഭാഗങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്കിടയിലും ബി.ജെ.പി സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ചേലക്കരയിൽ ബി.ജെ.പിയുടെ വോട്ട് വർധനവ് ഗൗരവത്തോടുകൂടി കാണണമെന്നും M.V. ഗോവിന്ദൻ പറയുന്നു. CPM സംസ്ഥാന സെക്രട്ടറിയുടെ തുറന്നു പറച്ചിൽ CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ, M.V. ഗോവിന്ദന്റെ ഈ ഒരു വിലയിരുത്തലിനെ എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, കഴിഞ്ഞ 2 ദിവസങ്ങളായി തൃശൂർ CPMന്റെ ജില്ലാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള മറുപടി പ്രസംഗത്തിലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പുമായി സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ രംഗത്തെത്തിയിട്ടുള്ളത്. ഈ BJPയുടെ വളർച്ചയിലും RSSന്റെ അത്തരത്തിലും വളർച്ചയിലെ ഇടപെടലുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാർട്ടി കൂടുതൽ കരുത്തോടുകൂടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണെന്ന് പറയുന്നു. ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഒരു വിജയം പാർട്ടിക്ക് വലിയ ഒരു തിരിച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല, വിവിധ ഭാഗങ്ങളിൽ നിന്ന്, സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് BJPക്ക് വോട്ട് വർദ്ധിക്കുന്നു. പട്ടികജാതി വിഭാഗങ്ങൾക്കിടയിൽ BJP വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കുന്നു. ചേലക്കരയിൽ BJP ഉണ്ടാക്കിയ വോട്ട് വർധനവ് അതീവ ഗൗരവത്തോടെ കാണണം. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, BJPക്ക് ഏതാണ്ട് 10,000-ഓളം വോട്ടുകളാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വർദ്ധിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള BJPയുടെ ഈ വർധനമെല്ലാം വളരെ ഗൗരവത്തോട് കാണണമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് M.V. ഗോവിന്ദൻ നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേലക്കര വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റികൾ പോലും ഈ ഒരു വളർച്ചയെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല എന്നും M.V. ഗോവിന്ദൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിലും BJP അധികമായിട്ടുള്ള ഒരു സ്വാധീനം വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ച ഉടനീളം കാണാൻ വരുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളിൽ നിന്നും പാർട്ടിക്ക് മെമ്പർഷിപ്പ് കുറഞ്ഞതും ഗൗരവമായി കാണണമെന്ന് M.V. ഗോവിന്ദൻ പറയുന്നു. ഈ വനിതാ, ക്രൈസ്തവ, ST വിഭാഗങ്ങളിൽ നിന്നുള്ള കൂടുതൽ ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ BJPയുടെ സംസ്ഥാനത്തെ വളർച്ചയെ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് M.V. ഗോവിന്ദന്റെ മറുപടി പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. വിഷ്ണു, ശരി, ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്.